നമ്മൾ പാലക്കാട്ടേക്കാണ് പോകുന്നത്. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, ഇന്ന് രാവിലെ പതിവ് പോലെ അല്പം വൈകിയാണെങ്കിലും MLA ഓഫീസ് തുറന്നു. ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ MLA എവിടെയാണെന്നറിയില്ല. ഫോൺ ഓഫാണ്. ഇടയ്ക്ക് എപ്പോഴോ ഓണായി എന്ന് പറയുന്നു, പക്ഷേ അറിയില്ല. ഒളിവിൽ നിൽക്കുകയാണ് MLA എന്ന് എല്ലാ തരത്തിലും പറയാം. എന്താണ് പാലക്കാട്ടെ സാഹചര്യം? അവിടേക്ക് പ്രതിഷേധമൊക്കെ ഇന്നും ഉണ്ടായിരുന്നു. അവിടുത്തെ കോൺഗ്രസ് നേതാക്കളോടൊക്കെ പ്രതികരണങ്ങളും ഈ പകൽ നമ്മൾ കണ്ടു. എന്താണ് പാലക്കാട്ട് MLA ഒളിവിൽ പോയ ശേഷമുള്ള അവിടുത്തെ സാഹചര്യം? വിജയകുമാർ, ഗുഡ് ഈവനിങ്. ഈ പകൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരുപക്ഷെ പാലക്കാട്ട് എവിടെ നിന്നെങ്കിലും പിടികൂടുമെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും പാലക്കാട്ട് MLA ഇപ്പോൾ പാലക്കാടില്ല എന്നുള്ളതാണ് പോലീസ് അടക്കം കരുതുന്നത്. അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം അതാണ്. രാവിലെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വിവരം നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. രാഹുൽ കോയമ്പത്തൂരിനടുത്ത് കർണാടകത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടെയാണ് ഉള്ളത് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാഹുലിൻ്റെ ഫോൺ 16 മണിക്കൂറുകൾക്കിപ്പുറം ഇന്ന് രാവിലെ 9 മണിയോടുകൂടി സ്വിച്ച് ഓൺ ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ആ ഫോണിലേക്ക് 2-3 തവണ വിളിച്ചു. ആ സമയത്തൊക്കെ ആ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കോൾ കട്ട് ചെയ്ത് വിടുകയായിരുന്നു. പക്ഷേ അത് പോലീസ് ആ ഫോൺ ട്രാക്ക് ചെയ്തപ്പോൾ തൃശ്ശൂരിനടുത്താണ്, അതായത് തൃശ്ശൂർ ജില്ലയിലാണ് ആ ഫോണിൻ്റെ റേഞ്ച് ഉണ്ടായിരുന്നത്. ആ ഫോൺ റേഞ്ച് പിടിക്കുന്നത് തൃശ്ശൂരിനടുത്ത് നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിലാണ് രാഹുൽ ഉണ്ടാകുക എന്ന് അന്വേഷണ സംഘം കരുതും. അതൊരു കൃത്യമായ പദ്ധതിയായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും തൃശ്ശൂരിലും പാലക്കാടും രാഹുൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാഹുലിൻ്റെ 3 നമ്പറുകൾ ഇപ്പോൾ കയ്യിലില്ല. 2 സഹായികൾ ഓഫീസിലുണ്ട്. അവർ രാവിലെ 9 മണിയോടുകൂടി ഓഫീസിലെത്തി. ഓഫീസ് പ്രവർത്തനം നിർത്തേണ്ടതില്ല എന്നാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇന്നലെ വൈകുന്നേരം മുതൽ രാഹുലിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഓഫീസിലെ സ്ഥിരം ജീവനക്കാർ പറയുന്നത്. തങ്ങൾക്കും മറ്റൊരു അറിവുമില്ല. ഇവിടെ ആരെങ്കിലും ആവലാതിക്കാർ വന്നാൽ അവരുടെ പരാതികളും മറ്റും വാങ്ങി വെക്കണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. അതുകൊണ്ട് ഞങ്ങളത് തുടരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് കാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടില്ല വിജയകുമാർ. കാരണം ഇന്നലെ യുവമോർച്ചയും DYFI ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയും MLA ഓഫീസിന് റീത്ത് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അവർ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇന്ന് കടന്നിട്ടില്ല. അവർ പറയുന്നത് MLA വരട്ടെ, രാഹുൽ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധ മുന പുറത്തെടുക്കും. ഈ ഓഫീസ് ജീവനക്കാർക്ക് നേരെ പ്രതിഷേധം ഉന്നയിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുലിന് ഇവിടേക്ക് വരേണ്ടി വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. 2 സാധ്യതകളാണ് രാഹുൽ എവിടെ എന്നുള്ള ചോദ്യത്തിന്. 2 സാധ്യതകളാണ്. ഒന്ന്, ഇപ്പോൾ പോലീസ് പറയുന്നത് പോലെ തന്നെ കോയമ്പത്തൂരിലെ ഇത്തരത്തിലുള്ള ഈ കോൺഗ്രസ് നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസിൽ, അതല്ലെങ്കിൽ ഒരുപക്ഷെ നിയമപരമായ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് രാഹുൽ നീങ്ങിയിരിക്കാം എന്ന ചില 2 സാധ്യതകളാണ് മുന്നിലുള്ളത്. എന്തായാലും ഈ 2 സാധ്യതകൾക്ക് പുറകിലും അന്വേഷണ സംഘമുണ്ട്. രാഹുലിനെ പൂട്ടുമ്പോൾ അതൊരു കത്രിക പൂട്ടായിരിക്കണമെന്ന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമോപദേശം അടക്കം തേടിയ ശേഷമാണ് ഈ അറസ്റ്റ് നടപടികളിലേക്ക് അടക്കം പോലീസ് കടക്കാനിരിക്കുന്നത്. രാഹുലിന് ഒരു തരത്തിലും ജാമ്യം കിട്ടാതിരിക്കാനുള്ള തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇപ്പോൾ രാഹുലിന് ഇപ്പോൾ പിടികൂടിയ ശേഷം രാഹുൽ പുറത്തിറങ്ങിയാൽ അതൊരു ഹീറോ പരിവേഷം അയാൾക്ക് നൽകുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു, സർക്കാർ കരുതുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി വീണ്ടും ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഒരു അപമാനം നേരിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ പൂട്ടുമ്പോൾ അത് 1.5 പൂട്ടായിരിക്കണമെന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ സംഘം കടക്കാൻ പോകുന്നത്. എന്തായാലും നാളെയും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും രാഹുലിന്റെ വിധി എന്ന് പാലക്കാട്ടുകാരും ഇപ്പോൾ വളരെ കൗതുകത്തോടു കൂടി ഉറ്റുനോക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഇവിടെ പര്യടനത്തിന് വന്ന സമയത്തൊക്കെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും രാഹുലിന് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരിൽ പലരും പുറകോട്ട് പോകുന്നു. രാഹുലിനെ പിന്തുണച്ചതിൽ ഞങ്ങൾ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ് എന്നാണ് ജില്ലയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത്. അങ്ങനെ പലർക്കും ഖേദമുണ്ട്. ഈ പെൺകുട്ടിയുടെ എവിടെ പരാതിക്കാരി, എവിടെ പരാതി എന്നതായിരുന്നു ഇത്രയും കാലം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധം. ആ പ്രതിരോധം പക്ഷെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പൊളിഞ്ഞു വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിക്കക്കള്ളി ഇല്ലാത്ത തരത്തിലേക്ക് രാഹുൽ പോകുന്നു. പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറുന്നു. എന്നിരിക്കെയും നേതാക്കളുടെ പിന്തുണ ഇന്ന് രാഹുലിന് കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കം എന്നുള്ളതാണ് VK ശ്രീകണ്ഠനും DCC പ്രസിഡന്റ് തങ്കപ്പനും പറയാതെ പറഞ്ഞത്. വിജയകുമാർ, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയൊന്നുമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിരുന്നു. അങ്ങനെ പ്രചാരണം നയിച്ച ഒരു പകലിന്റെ അവസാനമാണ് ആ യുവതിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടി എന്ന വിവരം രാഹുൽ അറിയുന്നത്. അതോടെ MLA മുങ്ങി. ഇതുവരെ എവിടെയെന്നറിയില്ല. കേരളത്തിന് പുറത്തേക്ക് പോയി, തമിഴ്നാട്ടിലേക്ക് പോയി എന്ന സൂചനയുണ്ട്. അത് പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട് കേരളത്തിലില്ല എന്നുള്ളത്.
മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നത് വരെ ഒളിവിൽ തന്നെ നിൽക്കാനാണോ MLA ഉദ്ദേശിക്കുന്നത്? പോലീസ് അതിനു മുമ്പ് MLA അറസ്റ്റ് ചെയ്യുമോ? അത്തരം ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതിനൊക്കെ അന്വേഷണ സംഘം മറുപടി നൽകട്ടെ. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘം അന്വേഷണം തുടരുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങളും ചർച്ചകളും അതിന്റെ ഭാഗമായി വളരുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.